So mark your attendance now. Okay, attendance ഒന്ന് മാർക്ക് ചെയ്യണേ. Okay, then take your textbook and next letter is U and V. U, V. അപ്പൊ നമ്മള് ഇതുവരെ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഒന്ന് പറഞ്ഞേ മിസ്സിന്റെ കൂടെ. എ തൊട്ട് എ പറയൊന്ന് പറഞ്ഞേ. എ, ബി, സി. ആരും പറയുന്നില്ലല്ലോ, ആരുടെയും വായൊന്നും അനങ്ങുന്നേ ഇല്ല. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, I, J, K, L, M, N, O, P, Q, R, S, T. And what is the next? U. U ആണല്ലേ next letter ഏതാണ്? U ആണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് U ആണ്. So wait. How to write U? U is very easy to write, അല്ലേ? വളരെ ഈസി ആണ് U എഴുതാൻ വേണ്ടി, അല്ലേ? How many of you know? എത്ര പേർക്ക് അറിയാം എങ്ങനെയാണ് U എഴുതുക എന്നുള്ളത്? U. ജാനകി ഒക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ ജാനകി എഴുതി. പിന്നെയോ മാനവ് ഷൈജു എഴുതിയിട്ടുണ്ട്. then ഹർഷാൽ, ഋഷാൻ, ധൻദേവ്. ഗായത്രി എഴുതിയോ? ഗായത്രി എഴുതിയോ? പെട്ടെന്ന് എഴുതിയ ഗായത്രി. എവിടെയാ ശ്രദ്ധിക്കുന്നേ? നെക്സ്റ്റ് ആരാണ്? ഫാത്തിമ എഴുതിയ മോളെ? ഓക്കെ. നിഹാൽ, നിഹാര. വേറെ നിഹാര? നിഹാര ഉണ്ടോ അവിടെ? നിഹാൽ ഓക്കെ, അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. ഇഷിത, ഋഷിദേവ് എഴുതിയോ? ഋഷിദേവ് ഓക്കെ. ഓക്കെ, ഫൈൻ. ഓക്കെ. സോ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? ഋഷാൻ, ഹർഷാൽ, നിഹാര. Then Ishida, please turn on your video. So U ആണ് നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ അല്ലേ? U എഴുതാൻ വളരെ ഈസി ആണ്. വളരെ ഈസി ആയിട്ട് എന്താണ് ഒരു just like a curve, ഒരു കർവ് പോലെയാണ് U ഉള്ളത് അല്ലേ? So capital U is a simple curve and small u has a small curve at the end of the ബിഗ് കർവ് അല്ലെ? ഒരു വലിയ കർവ് എഴുതുക, എന്നിട്ട് അതിന്റെ അടിയിൽ എന്ത് ചെയ്യുക? ഒരു ചെറിയ കർവ് ഉണ്ടാവും അല്ലെ? ചെറിയ ഒരു കർവ് ഉണ്ടാവും ഇവിടെ സ്മോൾ യുവിന്റെ അടുത്ത് അല്ലെ? സോ ക്യാപിറ്റൽ യു ആൻഡ് സ്മോൾ യു. ആൻഡ് ഹിയർ ഈസ് സം വേർഡ്സ് ആർ ഗിവൺ സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ യു. യുവിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? യു, ദാറ്റ് ഈസ് അങ്കിൾ, അംബ്രല്ല, അപ്പ്. Uncle, up and umbrella. There are three words are given starting with the letter U. U for uncle. U N C L E. Uncle. Up. What is up? Up. U P. Up. Okay, starting with the U, uncle. And ഋഷിദേവിന്റെ അടുത്ത് എന്തുണ്ട്? Here's the umbrella അല്ലേ? umbrella ഒക്കെ ഉണ്ട്. umbrella എന്താണ്? നമ്മുടെ കൊട അല്ലേ? Okay, so ഋഷിദേവ് എന്താണ്? umbrella ഒക്കെ തുറന്നു പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഋഷിദേവേ, നീ അടച്ചു വെച്ചോളൂ കേട്ടോ. Okay, so U for umbrella. Uncle. Who's uncle? Who is uncle? Uncle is brother of our parents അല്ലേ? പാരന്റ്സിന്റെ എന്താണ്? ബ്രദറിനെ, അമ്മയുടെയോ അച്ഛന്റെയോ ഒക്കെ ബ്രദറിനെ ഒക്കെ നമ്മൾ
അങ്കിൾ എന്ന് പറയാറുണ്ട് അല്ലേ? സോ അങ്കിൾ അപ്പ്. വാട്ട് ഇസ് അപ്പ്? മുകളിലേക്ക് അല്ലേ? മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പ് എന്നവിടെ കൊടുത്തിട്ടുള്ളത്. സോ അങ്കിൾ അംബ്രല അപ്പ്. ഓക്കെ, അങ്കിൾ അംബ്രല അപ്പ്. Okay, there are 3 words starting with the U. U for uncle, umbrella and up. There are 3 words. Okay, uncle, umbrella, up. Janaki, ഒന്ന് വായിച്ചേ ഏതൊക്കെ വേർഡ്സ് ആണെന്ന്. Janaki, please read that words. Uncle, umbrella, up. Okay, uncle, umbrella, up. Gayatri, ഏതൊക്കെ വേർഡ്സ് ആണ്? Please unmute once again. Uncle, up, umbrella. Uncle, up, umbrella. Okay, uncle, up and umbrella. These are the words start with the U. Okay, U will start ചെയ്യുന്ന 3 words ആണ്. ഋഷിദേവ്, ഏതൊക്കെയാണ് words? Uncle, Uncle, umbrella, up, up. Okay, uncle, umbrella and up. There are 3 words with the U. Uncle, umbrella, up. Okay, uncle, umbrella and up. Manav, please read that words. Okay, uncle, umbrella, up. Yes, uncle, umbrella and up. Then Dev. U for uncle, umbrella, up. Yes, U for uncle, umbrella, up. Okay, Nihara, please read that words. Nihara, ഏതൊക്കെ words ആണ്? പെട്ടെന്ന്. Up, up. Okay, uncle, umbrella, up. Rishan, വായിച്ചേ മോനെ Rishan. Uncle, up. Miss, Uncle, umbrella, up. എന്താണ്? മിസ്സിന്റെ കൈവേദന പോയിട്ടില്ല റിഷാൻ. മിസ്സിന് കൈവേദന ഉണ്ട്, നല്ല വേദനയുണ്ട്. Okay, then Fatima M. U for uncle. U for umbrella. U for up. Okay, uncle, umbrella, up. Ishida, വായിച്ചേ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. U for uncle, umbrella, up. U for uncle, umbrella, up. Then Tayak, which are the 3 words starting with? Please unmute Tayak. Unmute ചെയ്ത് സായകെ. U for uncle, U for up. An umbrella. Okay, U for uncle, umbrella, up. And Muhammad Zayan.
അൺമ്യൂട്ട് ചെയ്ത് സയാൻ. ഓക്കെ, ഏതൊക്കെയാണ് മോനെ സയാൻ? സയൻ പറയുന്നുണ്ടോ? സയന്റെ ഓഡിയോ കറക്റ്റ് കണക്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. സയന്റെ അവിടുന്ന് പറയുന്നതൊന്നും മിസ്സിന് കേൾക്കുന്നില്ല. മോനിപ്പോ എന്താണ്, അൺമ്യൂട്ട് ആണ്, പക്ഷെ വോയിസ് ഒന്നും അവിടുന്ന് വരുന്നില്ല, ഓഡിയോ വരുന്നില്ല കേട്ടോ. മോ കണക്ട് ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. സോ നമ്മള് ഇന്ന് STU അല്ലെ, 3 ലെറ്റേഴ്സ് ആണ് ഇന്ന് ഇപ്പൊ പഠിച്ചത് അല്ലെ. STU. ഇനി എത്ര ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്? V, W, X, Y and Z. 5 ലെറ്റേഴ്സ് കൂടിയേ ഉള്ളൂ അല്ലേ. ഇനി വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോ ഈ ലെറ്റേഴ്സ് കൂടെ പഠിച്ചു കഴിയുമ്പോഴേക്കും എന്താവണം? ഇതുവരെയുള്ള ലെറ്റേഴ്സ് മുഴുവൻ, ആൽഫബറ്റ്സ് മുഴുവൻ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ. കാണാതെ എഴുതാനും പറയാനും നമ്മൾ പഠിക്കണം അല്ലേ. അപ്പൊ then U കഴിഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് V ആണ്. V is very easy to write അല്ലേ. വെരി ഈസി. യുവിനേക്കാൾ ഈസി ആണ് അല്ലേ. യു എഴുതിയതിനേക്കാൾ വളരെ ഈസി ആണ് V. So write it in your slate. Okay. U ഒന്ന് V ഒന്ന് സ്ലേറ്റിൽ എഴുതി എല്ലാരും. V. എല്ലാവരും ഓക്കെ. ജാനകി എഴുതിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ എഴുതി? ഓക്കെ, റിഷാൻ, സായക്, ഫാത്തിമ, ധൻദേവ്, ഗായത്രി പെട്ടെന്ന് എഴുതി കാണിച്ചേ. ഇഷിത, മാനവ് എഴുതിയോ മോനെ? ഓക്കെ, ഗായത്രി എഴുതിയിട്ടുണ്ട്. ഓക്കെ, then ഋഷിദേവ്. ഓക്കെ, ഓക്കെ, വളരെ ഈസി ആണല്ലേ. മിസ്സിന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മിസ് എഴുതാത്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് STUV ഒന്നുകൂടെ നമുക്ക് എഴുതാം കേട്ടോ. മിസ് എഴുതി തരാം. എല്ലാവർക്കും അറിയാം അല്ലേ. എല്ലാവരും എഴുതുന്നുണ്ട് നന്നായിട്ട്. മുഹമ്മദ് സയാൻ എഴുതിയോ? ഓക്കെ ഓക്കെ. സോ V എഴുതുക എങ്ങനെയാണ് എന്ന് പഠിച്ചു അല്ലേ. സോ ഹിയർ ഈസ് ഓൾസോ സം വേർഡ്സ് ആർ ഗിവൺ വിത്ത് V. ഏതൊക്കെ വേർഡ്സ് അവിടെ ഉള്ളത്? ആരാ ഒന്ന് വായിക്കുക. ആ പിക്ചേഴ്സ് നോക്കി ഐഡന്റിഫൈ ചെയ്തിട്ട് ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ആരാ പറയാ? ഗായത്രി, ഏതൊക്കെ വേർഡ്സ് ആണ് ഗായത്രി അത്? ഒന്ന് വായിച്ചേ. Uncle. V. Violent. Yes. Violin. Violin. Is vegetables. One. Okay. Violin, vase, vegetables. One. Okay. ആണുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? Violin is a musical instrument. Okay. Violin അറിയാമോ നിങ്ങൾക്ക്? Violin എന്താണെന്ന്? Violin ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലേ. Vegetables. Okay. Violin, vegetables and vase, van. വയലിൻ കണ്ടിട്ടുണ്ടോ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ വയലിൻ എന്താണെന്ന്? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ വയലിൻ? ഇല്ല അല്ലേ. വയലിൻ എന്താണ്? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ.
പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പ്ലേ ചെയ്യാറുണ്ട് വയലിൻ അല്ലേ. സോ അതിൽ നിന്നൊരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. സോ വയലിൻ ഇസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വേസ്, VASE, ദാറ്റ്സ് എ ഫ്ലവർ വേസ്. ഓക്കെ, അതൊരു വേസ് ആണ് അല്ലെ, ഒരു പാത്രമാണ് അല്ലെ. പൂവൊക്കെ ചിലപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലവർ ഒക്കെ ഇട്ടിട്ട് വെക്കാറൊക്കെ ഉണ്ട് അല്ലെ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലവർ വേസ് ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലെ. സോ ദാറ്റ് ഈസ് flower vase, that is vase. Okay, VASE, vase. And the next one, vegetables. Here is some of vegetables. Korre vegetables undu alle avada kodutittu. That is vegetables, V for vegetables. And the last one, van. We know that alle namukku ariyam van. Van is a vehicle. Okay, oru vandiyana alle van. So violin, vegetables, vase and van. There are 4 words. First one is violin. Violin is a musical instrument. And vase. Vase means it's a flower vase. Okay. നമ്മൾ പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിൽ ഭംഗിക്ക് വേണ്ടി ഈ ഫ്ലവർ വേസ് ഒക്കെ വെക്കാറുണ്ട് അല്ലേ. ഫ്ലവർ വേസ്. Then van. Van is a vehicle to ട്രാൻസ്പോർട്ട് അല്ലേ. വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വാൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സോ STUV 4 ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അതില് എസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. S for soap, spoon, seal, seesaw. These are the words starting with letter S. S for soap. Look at your textbook. Okay, textbookil നോക്കുക, എന്നിട്ട് മിസ്സിന്റെ കൂടെ പറയാ ട്ടോ. എന്താണ്? S for soap, spoon, seal and seesaw. And next letter is T. T for tomato, telephone, tiger, television. Okay, tomato, telephone, tiger and television. And the next U. U for uncle, umbrella, up. Uncle, umbrella and up. U. And next one is V. V. V for violin, vegetables, vase and van. Okay. V for violin, vegetable, vase and van. അപ്പൊ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന 2 ഹോംവർക്ക് ഏതൊക്കെയാണ്? ഒന്ന് ST and UV. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സ്ട്രോക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. STUV എഴുതാൻ അവിടെ സ്പേസ് ഉണ്ട് അല്ലേ ടെക്സ്റ്റില്. ആ സ്പേസിൽ എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ നമുക്ക് കുറച്ച് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്യാം അല്ലേ. സോ ടേക്ക് യുവർ പെൻസിൽ, പേജ് നമ്പർ 42 42 42 എന്ന് എഴുതിയിട്ടുള്ള പേജ് അല്ലേ. 42. So draw lines to match the letters. പേജ് നമ്പർ 42 ആദ്യം കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ വരച്ച് ഈ 2 ലെറ്റേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യിക്കണം അല്ലേ. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ലെറ്റേഴ്സ്. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? അവിടെ ഫസ്റ്റ് ആദ്യം മുകളിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? നിഹാൽ ഏതൊക്കെ ലെറ്റേഴ്സ് ഉള്ളത് അവിടെ?
Please unmute. Please unmute. Unmute ചെയ്ത് മോനെ നിഹാൽ. Okay. ഏതൊക്കെയാണോ? എവിടെയാണ് നിഹാൽ? പേജ് നമ്പർ 42. കുറെ ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഏത് ലെറ്റേഴ്സാ ഉള്ളത്? S, T, U, V. Then again S. Okay. T, U, P. Okay, repeated ആണല്ലേ? ആദ്യം ഇന്ന് പഠിച്ചിട്ടുള്ള 4 ലെറ്റേഴ്സ് ആണത്. S, T, U, V. Okay. So ഇതിന് നമ്മള് താഴെയുള്ള ലെറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യാണ് വേണ്ടത് അല്ലേ? ഇതിന്റെ മുകളിൽ STUV എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ ആ ലെറ്റേഴ്സ് തന്നെ കുറച്ച് ഡിസോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? VUTSVUST. അപ്പൊ മുകളിലുള്ള എസും താഴെയുള്ള എസും തമ്മിൽ മാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അതുപോലെ നെക്സ്റ്റ് മുകളിലെ ലൈനിലുള്ള ടിയും താഴെ ലൈനിലുള്ള ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യിക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്തിട്ട് മിസ്സിന് കാണിച്ചേ. കറക്റ്റ് ആയിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. പെട്ടെന്ന് ചെയ്തിട്ട്. നമ്മുടെ ആരാണ്? മാനവ് ഒക്കെ ചെയ്തു നേരത്തെ തന്നെ. ഇപ്പൊ ചെയ്തയാണോ മാനവ്? വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓക്കെ, മാനവ് പെട്ടെന്ന് തന്നെ ചെയ്തു. STUV മാച്ച് ചെയ്തു നന്നായിട്ട്. ഓക്കെ, ധൻദേവും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സായക ചെയ്തു. ഫാത്തിമ M ചെയ്തിട്ടുണ്ട്. ഗായത്രി എഴുതിയോ? ഗായത്രി ചെയ്തോ? മാച്ച് ചെയ്തോ? പെട്ടെന്ന് ചെയ്തേ. ഓക്കെ, അപ്പൊ മുകളിലുള്ള എസും താഴെയുള്ള എസും മാച്ച് ചെയ്തു. ഓക്കെ, റിഷാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗായത്രിയെ പെട്ടെന്ന് ചെയ്തേ. Then Nihara, Nihal, what are you doing there? Listen. Okay, so എന്ത് ചെയ്യാ? ഈ 2 ലെറ്റേഴ്സും തമ്മിൽ ഒരു ലൈൻ വരച്ച് മാച്ച് ചെയ്യാണ് വേണ്ടത് അല്ലേ? മുകളിൽ S ഉണ്ട്, താഴെ S ഉണ്ട്. ഗായത്രി, you do it. Okay, ഗായത്രിയുടെ ബ്രദർ ആണോ ചെയ്യുന്നത്? ഗായത്രി അല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, then നന്നായിട്ട് വരച്ച് മാച്ച് ചെയ്തിട്ട് മിസ്സിനെ കാണിക്കണേ ഗായത്രി. ഓക്കെ, ഓക്കെ, then താഴെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഒന്ന് നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. കളർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് മൈ നെയിം. കളർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് മൈ നെയിം അല്ലെ? താഴെയുള്ളതിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ കളർ ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് പിക്ചർ എന്താ കാണുന്ന റിഷാൻ? താഴെയുള്ളതിൽ ആദ്യത്തെ പിക്ചർ എന്താണ്? എന്താണ്? അൺമ്യൂട്ട് ആവുന്നില്ലേ? Umbrella. Soap. Soap. And what is the first letter of soap? Soap എന്ന് എഴുതുമ്പോ ആദ്യം വരുന്ന ലെറ്റർ ഏതാ? ഏതാണ്? Yes. S. Okay, S ആണ്
സോപ്പിന്റെ ആദ്യ ലെറ്റർ. അപ്പൊ അവിടെ എസ് എന്നുള്ളത് അവർ ഓൾറെഡി കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് നെക്സ്റ്റ് പിക്ചർ ആണ് ചെയ്യേണ്ടത് അല്ലേ? നെക്സ്റ്റ് പിക്ചർ ഏതാണ് ഹർഷാൽ? സെക്കൻഡ് പിക്ചർ ഏതാണ്? രണ്ടാമത്തെ ചിത്രം അൺമ്യൂട്ട് ചെയ്തേ. Top, Miss. Top. And what is the first letter of top? ഏതാണ് ആദ്യത്തെ ലെറ്റർ? ടി ആണല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യാ? ക്ലാസ് കഴിഞ്ഞിട്ട് അത് കളർ ചെയ്യാ. ഇപ്പൊ ഇനി സ്കെച്ച് ഒന്നും എടുക്കാൻ ഓടണ്ട. ടി എന്നുള്ളത് കളർ ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ആഫ്റ്റർ ദിസ് ക്ലാസ് color it. Okay. Then third picture. What is that third picture? Sayak. A third picture endana Sayake? Vase. Endana? Vase. Yes, vase. Okay. Vase in the first letter edana mone Sayak? V. V. Okay. V. V aanu കളർ ചെയ്യേണ്ടത് അല്ലേ? ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാ. ക്ലാസ് കഴിഞ്ഞിട്ട് കളർ ചെയ്ത് നല്ല ഭംഗിയാക്കാം. ആൻഡ് നെക്സ്റ്റ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ഇഷിത, ദ ഫോർത്ത് പിക്ചർ. ഇഷിത ഏതാണ് നാലാമത്തെ ചിത്രം? Umbrella. അംബ്രല്ല. സോ യു. ഓക്കെ, യു ആണല്ലേ? ആണോ? യെസ്. Okay, U for and the next picture. What is the next picture? Fifth picture. ഏതാണ് മുഹമ്മദ് സയാൻ? ഏതാണ് മോനെ? ഏതാണ് സയാൻ? ഓക്കെ, സയാന്റെ ഓഡിയോ ക്ലിയർ ആയിട്ടില്ല കേട്ടോ മോനെ. Then Rashidev, which picture is that? Fifth picture. Telephone. Telephone. First letter? T. T. Okay. Telephone. T. Telephone. Okay. Then Fatima. Fatima M. ഏതാണ് ഫാത്തിമ പിക്ചർ? ലാസ്റ്റ് ഉള്ള പിക്ചർ ഏതാണ്? Spoon. And what is the first letter? ഏതാണ്? S ആണോ U ആണോ? Yes. Okay. So soap is S, top T, vase V, umbrella U, telephone T, spoon S. Okay. So നമ്മൾ ഇന്ന് 4 ലെറ്റേഴ്സ് പഠിച്ചു. STUV എന്നുള്ള 4 ലെറ്റേഴ്സ് പഠിച്ചു. വേർഡ്സ് കുറച്ചെണ്ണം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? കുറച്ച് ആക്ടിവിറ്റീസും ചെയ്തു അല്ലേ? സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്ത് ചെയ്യണം? മിസ് രാവിലെ പറഞ്ഞിട്ടുള്ള എന്താണ് ഡിക്റ്റേഷൻ വേർഡ്സ് അല്ലേ? അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. 4 വേർഡ്സ് ആണ്. A for ant, arrow, axe and apple. സോ ഇത്രയും വേർഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരിക കേട്ടോ. മിസ് ഡിക്റ്റേഷൻ ഇടും. ഓക്കെ, 4 വേർഡ്സേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. കാണാതെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് വരിക. ഓക്കെ, then let me wind up this class and see you in the next class. Okay, tata, tata, bye bye.